സുൽത്താനുൽ ഉലമ ഉസ്താദിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ്. പാവങ്ങൾക്ക് മുഴുവനും വേണ്ടത് ചെയ്തു കൊടുത്തു. അപരവൽക്കരിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയെ മുഴുവൻ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ചു. കണ്ടോ, രണ്ടറ്റം മുട്ടിക്കാൻ ജീവിതം പ്രയാസപ്പെട്ട അനാഥകളെ മുഴുവനും വലിയ വലിയ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചു. എന്നിട്ടാണ് അബുൽ യതീം, അബുൽ ഫഖീർ, അബുൽ മസാക്കീൻ എന്ന വിലാസങ്ങളെല്ലാം ഉസ്താദ് നേടിയെടുത്തത്. ഉന്നതങ്ങളുടെ എല്ലാത്തിൻ്റെയും പിന്നിലുള്ള പിന്നാമ്പുറങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ പഴയ കാലത്ത് കുന്നമംഗലം അങ്ങാടിയിലൂടെ തുർക്കിയ യതീങ്ങാനയിലെ മക്കൾക്ക് തിന്നാനില്ലാത്ത കാലത്ത് അരിയും പയറിനും വേണ്ടി കഷ്ടപ്പെട്ട് ഓരോ ഷോപ്പുകളിൽ കയറിയിറങ്ങിയ കാലമുണ്ടായിരുന്നു സുൽത്താനുൽ ഉലമ ഉസ്താദിന്. ഇന്ന് മലേഷ്യയിലേക്ക് പറക്കുന്നതേ നമ്മൾ കാണുന്നുള്ളൂ. ഈ കാലം കൊണ്ട് 12,000-ത്തിലധികം സഖാഫിമാരെ വളർത്തിയെടുത്തില്ലേ? 10,000-കണക്കിന് മക്കൾക്ക് വേണ്ടത് മുഴുവനും ചെയ്തു കൊടുത്ത് റിഫായി ഷേഖിനെ കുറിച്ച് ചരിത്രം പറഞ്ഞ പോലെ അനാഥകൾക്ക് സ്നേഹനിധിയായ ഉപ്പയായ റിഫായി ഷേഖിനെ പരിചയപ്പെടുത്തുന്നുണ്ട് ചരിത്രത്തിൽ. സമാനമായി നമ്മുടെ കാലത്ത് ജീവിക്കുന്ന ഉസ്താദല്ലേ നമ്മുടെ ഉസ്താദ്. അള്ളാഹു അവിടുത്തെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. കൂട്ടുകാരെ, നമ്മൾ ആലോചിക്കേണ്ടതാണ്, നമ്മളൊക്കെ ജീവിതത്തിൽ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക. അതാ ഉണ്ടാവുന്നത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഉണ്ടാവുക. നമ്മളെ മക്കളെയും അങ്ങനെ തന്നെ പഠിപ്പിക്കണം. മക്കൾ നന്നാവാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ ഉണ്ടാവേണ്ട ചില പാരന്റിങ്ങിന്റെ ടിപ്സുകൾ പറയണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഇരുന്നാട്ടെ. 2 കാര്യം പറഞ്ഞിട്ടുണ്ട്, 1 മാത്രമേ ഇപ്പം ചെയ്തിട്ടുള്ളൂ. എഴുന്നേറ്റ് ഇരിക്കാനാ പറഞ്ഞത്. അതെ, പലരും റിസാലൊക്കെ ചേരും, പൈസ കൊടുക്കൂല, അതാ പ്രശ്നം. എഴുന്നേറ്റ് ഇരിക്കാന്ന് പറഞ്ഞാൽ റിസാലൊക്കെ ചേരുക എന്ന് പറഞ്ഞാൽ റിസാല ചേർത്ത് പൈസ എല്ലാം കൊടുക്കുക. അതേപോലെ പറയാം, അള്ളാഹു ഒരു മനുഷ്യന് നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് മക്കള് നന്നാവുക എന്ന് പറയുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പലപ്പോഴും വലിയ ആൾക്കാരുടെ മക്കള് വലിയ പ്രതിഭകളാവാറില്ല പൊതുവെ. അത് ആലിമീങ്ങളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും വലിയ പ്രതിഭകളുടെ മക്കൾ പൊതുവെ പ്രതിഭകളാവല് കുറവാണ്. അതിന് ഇമാം സുബിഖ് റളിയല്ലാഹു അൻഹു ഒരു കാരണം പറയുന്നുണ്ട്. എന്താ കാരണം? അവർ ഇൽമിന്റെയോ സേവനത്തിന്റെയോ ഒക്കെ ലോകത്ത് വിരാജിച്ച് തിരക്ക് പിടിച്ച ലോകത്ത് ഇങ്ങനെ പോകുമ്പോൾ അവരുടെ മക്കളുടെ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റണില്ല. അതാണ് അതിന്റെ കാരണം. ഈ കാരണം എന്തിനാ പറയണത്? 2 കാര്യത്തിന് വേണ്ടിയാ. ഒന്ന്, നമ്മളെ മക്കൾ നമ്മുടെ തിരക്കിനിടയിൽ പ്രതിഭകളാവാൻ മറന്നുപോകരുത്. അവരെ പ്രതിഭകളാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. 2, വലിയ ആലിമീങ്ങൾ മക്കളെ നോക്കാത്തോണ്ടല്ല, അവർ വലിയ വലിയ ലോകത്ത്, കിതാബിന്റെ ലോകത്ത് ആഴങ്ങളിലേക്ക് ഇറങ്ങി പോയത് കൊണ്ടാണ് അവരുടെ മക്കൾ വലിയ ആലിമീങ്ങളാവാതിരിക്കാനുള്ള കാരണം. ഏതായാലും ആവട്ടെ, നമ്മളെ മക്കളൊക്കെ നന്നായി കിട്ടാൻ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു തന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞ കാര്യങ്ങളെ ആറ്റിക്കുറിച്ച് പറയാം എന്ന് വിചാരിക്കുന്നു. പരിപാടിയും പ്രഭാഷണമൊക്കെ അള്ളാഹു ആണ് സ്വീകരിക്കേണ്ടത്. പ്രഭാഷണം കഴിഞ്ഞിട്ട് നാട്ടുകാരുടെ കമന്റ് അടിപൊളി, പറയേണ്ടത് മൊത്തം ഉപരി പറഞ്ഞിട്ടുണ്ട്, അടുത്ത കൊല്ലം വിളിച്ചാലോ, ഇതിനെ കൊണ്ടൊന്നും അള്ള സ്വീകരിക്കൂല. അള്ളയാണ് സ്വീകരിക്കേണ്ടത്. അള്ളാഹു സ്വീകരിച്ചു കിട്ടാനുള്ള ഏറ്റവും നല്ല തവസ്സുലാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി ദ്വാരക്കുക എന്നുള്ളത്. അള്ളാഹു നമുക്കൊക്കെ തന്ന മക്കൾ, പേരക്കുട്ടികൾ എല്ലാവരെയും സ്വാലിഹീങ്ങളാക്കുമാറാവട്ടെ. ഇത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാണോ ഫാൻ? എനിക്കാണോ? എനിക്ക് വേണ്ട വേണ്ട. നമ്മളെ മക്കളൊക്കെ ഒന്ന് നന്നായി കിട്ടണം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് 2 വട്ടം ചൊല്ലിയിട്ട് നമുക്ക് വിഷയത്തിന്റെ കാമ്പിലേക്ക് കടക്കാം. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ
الشفيع الأبطح عربي أنت تطلع بيننا في الكواكب كالبدور سيدي خير النبي أنت أم الصلاة على النبي والسلام على الرسول ഈ ബൈത്തിൻ്റെ ബർക്കത്തുണ്ട്. അള്ളാഹു നമുക്ക് തന്ന മക്കൾ, തരുന്ന മക്കൾ, പേരക്കുട്ടികൾ എല്ലാവരെയും സ്വാലിഹീങ്ങളാക്കി തെരുമാറാവട്ടെ. അള്ളാഹുവെ, നിന്റെ മോനത MDMO കള്ളോ എന്തോ കുടിച്ച് കഴിച്ചിട്ട് റോഡ് സൈഡിൽ കിടക്കുന്നു. നിന്റെ മോള ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയിട്ട് ഇങ്ങനെയൊന്നും നമ്മുടെ ജീവിതത്തിൽ കേൾപ്പിക്കല്ല റഹ്മാനെ. നമ്മുടെ എല്ലാവരുടെയും മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലോ. നമ്മുടെ മക്കൾ നന്നാവാൻ വേണ്ടി രക്ഷിതാക്കളാവുന്ന നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങളെയാണ് ഇവിടെ പറയുന്നത്. ശരിക്കും ശ്രദ്ധിച്ചാൽ കിതാബിൽ പറഞ്ഞതും മഹാന്മാർ വളരെ പ്രാധാന്യത്തോടെ രേഖപ്പെടുത്തിയതും ആണല്ലോ. നല്ല ഉപകാരമുള്ള ഇൽമാണ് ഇവിടെ പറയണത്. ശരിക്കും ശ്രദ്ധിക്കുക. കൊടുക്കേണ്ട കാപ്പിയെല്ലാം കൊടുത്തു കഴിഞ്ഞില്ലേ? ഇല്ലേ? ഓക്കെ. ഇനിയെല്ലാം ലാസ്റ്റ് നമ്മളെ മക്കൾ നന്നായി കിട്ടിയാലുള്ള മെച്ചം ഞാൻ ആദ്യം പറയാം. നമ്മളെ മക്കൾ നന്നായി കിട്ടിയാലുള്ള മെച്ചം എന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് കബറിൽ കിടക്കാൻ പറ്റും. എന്താ പേടിക്കണ്ടേ? കൊടുത്തേക്കാൻ ആളുണ്ടല്ലോ. അക്കൗണ്ട് എംറ്റി ആവില്ലല്ലോ, കാലി ആവില്ലല്ലോ. ചിലർക്ക് അള്ളാഹു ഉന്നത സ്ഥാനം കൊടുക്കുമ്പോൾ ഇവര് തന്നെ അള്ളാഹുവിനോട് ചോദിക്കും, എത്ര എനിക്ക് എങ്ങനെ ഇങ്ങനെ വലിയ വലിയ പ്രൊമോഷനെല്ലാം കിട്ടണം? എന്തേ? നിന്റെ മോന് ദ്വാരുന്നുണ്ട് എന്ന് പറയും അത്ര. അങ്ങനെ നമുക്ക് ദ്വാരക്കുന്ന പേരക്കുട്ടികളും മക്കളൊക്കെ ഉണ്ടാവണം. ഉറപ്പല്ലേ? ഇബ്നു ആബിദീൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്, ഹനഫി മദ്ഹബുകാരനാ. ഓരോ പഠനകാലത്ത് ഓരോ കയ്യിൽ കുറേ കിതാബുകൾ ഉണ്ടാവും. അത്യപൂർവ ഗ്രന്ഥങ്ങളൊക്കെ ഓരോ കയ്യിലുണ്ട്. ഈ കളക്ഷൻ കണ്ടിട്ട് കൂട്ടുകാര്, ക്ലാസ്മേറ്റ്സ്, സുമലാവ് ചോദിച്ചു, ഇതൊക്കെ ഇടുന്ന ഇത്രയും കിതാബും അങ്ങനൊക്കെ കാശ് ഇടുന്ന? എൻ്റെ വാപ്പച്ചി വാങ്ങി തരുന്നതാണ്. വാപ്പാക്ക് ഇൽമ് വലിയ ഇഷ്ടമാണ്, മോന് വലിയ ആലിമാവണമെന്ന് പൂതിയാണ് എന്ന് പറഞ്ഞ ബ്രാക്കറ്റിൽ 7ാം ക്ലാസ്സിൽ നിന്ന് മദ്രസയിൽ നിന്ന് ഒഴിവാക്കൂല. എൻ്റെ ബ്രാക്കറ്റ് എങ്ങനെ വരിക? എൻ്റെ മോന് വലിയ ആലിമായി കിട്ടണം എന്നാ ഈ വാപ്പാന്റെ പൂതി. ഈ വാപ്പ വഫാത്തായി. എല്ലാ ദിവസവും ഇശാ നിസ്കാരത്തിന് ശേഷം ഇബ്നു ആബിദീൻ റളിയല്ലാഹു അൻഹു വാപ്പാന്റെ പേരിൽ ദീർഘനേരം ഖുർആൻ ഓതും, ദ്വാരന്ന് പോകും. കറക്റ്റ് 1 മാസം കഴിഞ്ഞിട്ട്, എന്ത് കഴിഞ്ഞിട്ട്? 1 മാസം കഴിഞ്ഞിട്ട് മരണപ്പെട്ട വാപ്പ 1 മാസം കഴിഞ്ഞിട്ട് അതാ ഇബ്നു ആബിദീൻ തങ്ങളുടെ സ്വപ്നത്തിൽ വന്നിട്ട് പറയണത്, ജസാക്കല്ലാഹു ഖൈറാ മോനു, പൊന്നു മോനു, മോന് കൊടുത്തേക്കെന്നെല്ലാം കിട്ടുന്നുണ്ട് മോനെ, തുടരണേ, സന്തോഷാണ്. കണ്ടാ, ഇങ്ങനെ നമുക്ക് കൊടുത്തേക്കുന്ന ആരെങ്കിലും വേണം. മൂത്ത മോന് സൗദിയിലെ അൽക്കോബാറിൽ അല്ലെങ്കിൽ ഒമാനിലെ സ്വാഹാറിൽ അയൽവാസിയായ മുഖ്താർ വരുന്ന സമയത്ത് ലഗേജ് കുറവാ, എനിക്ക് വേണമെങ്കിൽ പറയാം എന്താന്ന്, അല്ല ഒരു 2-3 കിലോ ഉണ്ട്, എടുക്കുക. ആയിരിക്കാം ഉപ്പാക്കും ഉമ്മാക്കുമാണ്. ഉപ്പാക്ക് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ടൈൽസ് മാർബിള് തട്ടുന്നതായിട്ടുള്ള ഒരു തണുപ്പ് തട്ടുന്നുണ്ട്, ഉള്ളിൽ നിടുന്നൊരു ചെരുപ്പ്, അത് അവിടെ തന്നെ ഉണ്ടെന്നാലും ഉപ്പാക്ക് റാത്താവും. ഉമ്മാക്ക് ഒരു സ്പെഷ്യൽ മോഡൽ കൗണ്ടറും, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം, അങ്ങനെ നട്ട്സ് ഐറ്റംസ്. പിറ്റേന്ന് ബോട്ടിമിലോ മറ്റോ വീഡിയോ കോൾ സംവിധാനമുള്ള ആപ്പിൽ ഇങ്ങനെ വിളിച്ചപ്പോൾ ഉപ്പ ഉമ്മാനെ ചൂടാക്കുന്നുണ്ട്, അല്ലോ എത്രയാടാ സ്ഥലത്ത്, എനിക്കത് മതിയടാ മോനെ, നീ കൊടുത്തയച്ച ആ കൊണ്ടുണ്ട്. പിടിച്ചു വാങ്ങിയിട്ട് ഉമ്മ അണ്ടിപ്പരിപ്പ് തീരാനായുടെ ഉപ്പാക്ക് അതന്നെ വേണ്ടു. സത്യത്തിൽ അൽക്കോബാറില്ല മോൻ കരിയും സന്തോഷം കൊണ്ട്. ഇങ്ങനെ അണ്ടിപ്പരിപ്പ് കൊടുത്തേക്കുന്ന പിള്ളേർ മാത്രം മതിയാ നമുക്ക്? പോരാ. നമ്മുടെ ഖബർ ജീവിതം എന്ന മണിയറയാക്കാനാവുന്ന നമ്മളെ പിള്ളേരും ഉണ്ടാവണം.
അതാണ് ഈ മക്കൾ സ്വാലിഹീങ്ങളായാൽ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. ശരിക്കും അല്ലാഹു നമുക്ക് മക്കളെ തന്നതിന്റെ അർത്ഥം എന്നാ? ഒരാൾക്ക് മക്കൾ എന്ന സംവിധാനം അള്ളാഹു നൽകിയത് സ്വർഗം കിട്ടാനാണ്. വേറെന്തിനാ? നമ്മൾ സ്വർഗസ്ഥരാവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അള്ളാഹു മക്കൾ തന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകാരം. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളെ മക്കള് ചെറുപ്പത്തിൽ മരിച്ചുപോയി എന്ന് വിചാരിക്കുക. നമ്മളെ മക്കളുടെ ചെറുപ്പത്തിൽ അവർ 2-ാം വയസ്സിലോ 3-ാം വയസ്സിലോ അപകടത്തിലോ അസുഖത്തിലോ ആയിട്ട് മരിച്ചുപോയി, അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെ മരിച്ചുപോയി, 2-ാം വയസ്സിൽ മരിച്ചുപോയി. ഈ കുട്ടിക്ക് വേണ്ടി ദ്വാരക്കുമ്പോ എന്താ ദ്വാരക്കല്? അല്ലാഹുമ്മ ജഅൽഹു ഫറത്തൻ ലിഅബവൈഹി. ഈ കുട്ടിനെ ഉപ്പക്കും ഉമ്മക്കും സ്വർഗ കവാടത്തിൽ കാത്തിരിക്കുന്ന വെൽക്കം ബാനർ പിടിച്ചു നിൽക്കുന്ന മോനാക്കണേ എന്ന്. കണ്ട, അപ്പൊ ഈ കുട്ടീനെ അള്ളാഹു ഇപ്പം മരിപ്പിച്ചില്ലേ? അതെന്താ താല്പര്യം? ഉപ്പാക്കും ഉമ്മാക്കും സ്വർഗം കൊടുക്കാനുള്ള ആ വെൽക്കം ബാനർ പിടിച്ചിരിക്കുന്ന ആളാണ്. വരി വരി വരി. അതാണ് അബൂദർദാ റളിയല്ലാഹു അൻഹു വഫാത്താവുമ്പോ ഭാര്യ ഉമ്മുദർദാ ബീവി കരയുണ്ട്. അപ്പൊ ഭാര്യയോട് അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്തിനാ കാര്യം? നമ്മളെ മക്കൾ ചെറുപ്പത്തിൽ മരിച്ചിട്ടില്ലേ, ഓര് നമ്മളെ സ്വർഗത്തിൽ കാത്തിരിക്കൂലേ, പിന്നെ ഇതിനെ പേടിക്കുന്നതെന്ന്. കണ്ടോ? ചെറുപ്പത്തിൽ കുട്ടികൾ മരിച്ചുപോയാൽ ആ കുട്ടികൾ വാപ്പാനും ഉമ്മാനും സ്വർഗത്തിൽ എത്തിച്ചിട്ടല്ലാതെ അവര് സ്വർഗത്തിൽ പോവില്ല. അള്ളാഹു പറയും, എന്താ മോനെ അവിടെ തന്നെ നിൽക്കണത്, സ്വർഗത്തിൽ പോണില്ലേ? ഞാൻ പോകുന്നില്ല. പിള്ളേർക്ക് ഒരു തരം ചെറിയ ചെറിയ കാര്യത്തിനും വലിയ വലിയ കാര്യത്തിനും തന്നെ വാശിയുണ്ടാവും. ഈ കാക്കാക്ക് 2 ജംസ് കൊടുത്തിന് ഞങ്ങൾക്ക് ഒന്നേ കിട്ടിയിട്ടുള്ളൂ, ഇത്താത്തൊക്കെ ചുവപ്പ് ജംസ്, ഞങ്ങൾക്ക് വെറും വെള്ള കളർ, അങ്ങനെ ചെറിയ കാര്യത്തിന് തന്നെ പിള്ളേർ വാശി പിടിക്കും. ഇത് പിന്നെ വലിയ കാര്യമല്ലേ? അപ്പൊ അള്ളാഹു പറയും, ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മോന്റെ വാപ്പാക്ക് സ്വർഗവും ഒക്കെ കൊടുക്കൂടാ, നീ പോടാ. ഞാൻ പോകില്ല. മലക്കളോട് പറയും, പാവല ചോട്ട, നമ്മളല്ലേ, കരുണയുടെ അങ്ങേറ്റല്ലേ, എടുത്തോളി. ഇത് കേൾക്കുമ്പോൾ ചില മഹാന്മാർ വിചാരിക്കും, അത്ര പിള്ളേർ ഭാവിയിൽ അത്ര വലിയ സ്വാലിഹൊന്നും ആവില്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ മരിച്ചാൽ രക്ഷപ്പെടുമെന്ന് വരെ വിചാരിക്കുമെന്ന് കിതാബുകളിൽ കാണാം. എന്താ കാരണം? മക്കൾ ചെറുപ്പത്തിൽ മരിച്ചാൽ ടെൻഷൻ അല്ല ആവേണ്ടത് ശരിക്ക്. കാരണം സ്വർഗത്തിന്റെ കവാടത്തിൽ ദേ വിൽ ബി ദേർ, അവിടെ ഉണ്ടാവും, ഷുവർ അവിടെ ഉണ്ടാവും. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, അല്ല നബി, നമ്മളെ മക്കള് ചെറുപ്പത്തിൽ മരിച്ചാലും നമ്മൾ മഹ്ശറിലെത്തുമ്പോൾ ഓർമ്മ ഉണ്ടാവും നമ്മളെല്ലാം? അതിന് തങ്ങളുടെ അടിപൊളി മറുപടി ഉണ്ട്. എന്താ മറുപടി എന്ന് പറയാം? നിങ്ങളിപ്പോൾ ഇന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് മദീനത്തെ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയാൽ നിസ്കാരത്തിന് മുമ്പ് നിങ്ങളെ കണ്ട പിള്ളേരുണ്ടാവില്ലേ, മക്കൾ? അതെ, ആ പിള്ളേർക്ക് നിങ്ങളെ നിസ്കരിച്ചിട്ട് കഴിഞ്ഞിട്ട് വരുന്ന ഉപ്പയാണെന്ന് ഓർമ്മ ഉണ്ടാവും. എന്ന് ഇതിനേക്കാൾ ഓർമ്മ ഓർക്കും ഉണ്ടാവും. അപ്പൊ നമ്മളെ മക്കൾക്ക് ചെറുപ്പത്തിൽ മരണം ഉണ്ടായാൽ അതിന്റെ നേട്ടം എന്താ? വാപ്പാനും ഉമ്മാനും സ്വർഗത്തിലെത്തിക്കാൻ വെൽക്കം ബാനറും പിടിച്ചു നിൽക്കും. വാം വെൽക്കം, വരി 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 വരി. ഇനി നമ്മളെ മക്കൾ ചെറുപ്പത്തിലൊന്നും മരിച്ചിട്ടില്ല, വലുതായി വിചാരിക്കാം. ഈ മക്കൾ അള്ളാഹു തന്നതിന്റെ താല്പര്യം എന്നാ? സ്വർഗം കിട്ടാൻ തന്നെ. ഇതാ മാത്തൽ ഇൻസാനു, ഒരു മനുഷ്യൻ മരിച്ചാൽ ഇങ്കത്തെ അമലുഹു, അവൻ്റെ അമലെല്ലാം ഇനിയൊന്നും എനിക്ക് ചെയ്യാനൊരു സുബ്ഹാനല്ലാഹ് പോലും ചെല്ലാൻ കഴിയില്ല. പക്ഷേ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, നല്ല മക്കളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ ദ്വാരക്കും, അവർ നന്നാകും. കണ്ട, ആ മക്കളെ ബർക്കത്തുകൊണ്ട് ഇവർ സ്വർഗത്തിലെത്തും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല സ്വതക്ക ചെയ്യണം നിങ്ങൾ എല്ലാവരും. അൽ ജന്നത്തു ദാറുൽ അസ്ഖിയ എന്ന്, സ്വതക്ക ചെയ്യുന്നവരുടെ വീടാണ് സ്വർഗം എന്ന്. സ്വതക്ക ചെയ്യുമ്പോൾ നല്ല നിയത്ത് വെച്ചാൽ ആ ആഗ്രഹം അല്ലാഹു പൂർത്തിയാക്കി തരും. ജീവിതത്തിൽ ബർക്കത്തുണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 4 കർമ്മങ്ങൾ മഹാന്മാർ പരിചയപ്പെടുത്തുന്നുണ്ട്. 1, അത്താഴ സമയത്ത് ഇസ്തിഗ്ഫാർ ചെല്ലുക. 2, തഹജ്ജുദ് നിസ്കരിക്കുക. 3, സ്വതക്ക ചെയ്യുക. 4, ഫർള് നിസ്കാരം കൃത്യം നിസ്കരിക്കുക. ഈ 4 കാര്യങ്ങൾ ജീവിതത്തിലുള്ള ആൾക്കാർക്ക് വലിയ ബർക്കത്ത് ഉണ്ടാകുമെന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം. ഒരുപാട് കിതാബുകൾ കാണാം. അൽ മജാലിസുൽ വഅലിയിലടക്കം ധാരാളം ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പൊ നമുക്ക് മക്കളെ തന്നതിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് ഉപ്പക്കും ഉമ്മക്കും സ്വർഗം വാങ്ങിക്കൊടുക്കലാണ്. അത് ചെറുപ്പത്തിൽ മരിച്ചാലും വലിപ്പത്തിൽ മരിച്ചാലും അങ്ങനെ തന്നെ. ഈ മക്കളൊന്ന് നന്നായി കിട്ടണം. മക്കൾ നന്നാവില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. ഈ കാലത്തൊന്നും പിള്ളേർ നന്നാവില്ല എന്ന് വിചാരിക്കരുത്. അങ്ങനെ ചില ആളുണ്ട്,
എല്ലാ നന്മയും നിരുത്സാഹപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചില മനുഷ്യന്മാരുണ്ട്. എല്ലാം ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വയൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചു പോവുക, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, സർ ആ പ്രസംഗിക്കുന്ന ആളല്ലേ? അതെ അതെ. സർ എവിടുന്നായിരുന്നു? എന്താ കഴിഞ്ഞിട്ട്? ഒരു വയലുണ്ടായിരുന്നു. എവിടെ? എന്ത് വയൽ? ആരോട് പറഞ്ഞിട്ട് കാര്യം? ഇങ്ങനെ എല്ലാ കാര്യത്തിനും നിരുത്സാഹപ്പെടുത്തുന്ന മനുഷ്യന്മാർ ഏത് കാലത്തും ഉണ്ടാവും. കാരണം ഇബ്ലീസിന് ഡ്യൂട്ടി ഓവർ ആയതുകൊണ്ട് കുറച്ച് സ്റ്റാഫിനെ മനുഷ്യന്മാരിൽ നിന്ന് എടുത്തിട്ടുണ്ട്. മിനൽ ജിന്നത്തി വന്നാസ്. ഈ അടുത്തേക്ക് പോകുന്നു, അത് 2-3 നല്ല ഖുർആൻ ഉണ്ട്, പള്ളിയിൽ വഖഫ് ചെയ്യാൻ. ആരോതുന്നു മോന്, ആരോതുന്നു. കണ്ടാ? നീ എന്തിനാ പോകുന്നു? സുന്നി വോയിസ് ചേർക്കാൻ. ആര് വായിക്കാനാടാ റിസാലി സുന്നി വോയിസ് ഒക്കെ? കണ്ടാ? എല്ലാത്തിനും അവർ നെഗറ്റീവേ പറയുള്ളൂ. ഈ പ്രാവശ്യം നമുക്ക് വൃത്തിയും മൗലിദും പരിപാടിയൊക്കെ വെച്ച് എന്തിന് വൃത്തിയും പരിപാടിയും അതൊക്കെ കണ്ടാ? എല്ലാത്തിനും നെഗറ്റീവ്. അവര് സ്വന്തം എന്തെങ്കിലും ചെയ്യോ? ഇല്ല. ഹദ്ദാദ് ഇമാം അവരോട് പറയുന്നുണ്ട് റിസാലത്തുൽ മുആവന എന്ന ഗ്രന്ഥത്തിൽ. എന്താ പറയണത്? ചിലര് ചോദിക്കും, എന്തിനാ പ്രഭാഷണം, എന്തിനാണ് കിതാബ് എഴുതുന്നത്, ആരാ പ്രഭാഷണം കേൾക്കുന്നത്? അങ്ങനെ ഉണ്ടാവില്ല ചിലര്. ഉസ്താദെ പ്രഭാഷണത്തിനല്ലേ ഉണ്ട് ഇവിടെ കുറവ്, യൂട്യൂബിലല്ലേ സക്കാത്ത് കൊടുക്കാൻ മാത്രം പ്രഭാഷണം, പിന്നെ എന്തിനാ ഒരു പുതിയ പ്രഭാഷണം? അങ്ങനെ എല്ലാ കാലത്തും ചോദിക്കുന്നവരുണ്ടാവും. ഹദ്ദാദ് ഇമാം പറയാ, ഏത് കാലത്തുള്ള മനുഷ്യന്മാർക്ക് ഈ സൂക്കടുണ്ടാവും. എന്തിനാ ഈ കിതാബ് എഴുതുന്നത്? ഉണ്ടെങ്കിൽ വായിക്കാൻ തോന്നാക്ക് ഇഷ്ടം പോലെ കിതാബില്ലേ, കേൾക്കാൻ നോക്കുന്നാക്ക് വയലും ധാരാളം ഇല്ലേ, എന്തിനാ പുതിയത് എന്ന് ചോദിക്കുന്ന മനുഷ്യന്മാരോട് ആദ്യം ഹദ്ദാദ് ഇമാം പറയണത് ചോദ്യം മണ്ടത്തരമാണ്. ഒന്നാമത്തെ ഉത്തരം ചോദ്യം മണ്ടത്തരമാണ്. രണ്ടാമതൊരു ഉത്തരം മഹാൻ പറയുന്നുണ്ട്, അതത് കാലത്ത് അനുസൃതമായിട്ടുള്ള ദഅവത്ത് നടക്കണം. ഇപ്പോഴത്തെ പിള്ളേർ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് വയസ്സന്മാർക്ക് വിറ്റിട്ട് ഇൻസ്റ്റഗ്രാം ഏറ്റെടുത്ത പിള്ളേരാണ്. അവർ 8 മണിക്കൂർ 2 മണിക്കൂർ വയലൊന്നും കേൾക്കൂല. അവർ ആ 30 സെക്കൻഡ്, 1 മിനിറ്റ്, 1.5 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാം. അവരിങ്ങനെ റീൽസുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആ റീലിൻ്റെ ഇടയിൽ നമ്മളൊന്ന് കയറിപ്പറ്റുക. അതാണ് ഈ കാലത്ത് നടത്തേണ്ട ഒരു ദഅവത്ത്. നെഗറ്റീവ് പറഞ്ഞ മനുഷ്യന്മാർക്ക് ഒന്നുകൂടെ സംഭവിക്കൂല. ഓരോന്നും നടത്തുകയും ചെയ്യില്ല, നടത്താനോട്ട് വിടുകയും ചെയ്യില്ല. അപ്പൊ മക്കൾ നന്നാവില്ല എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ മക്കളെ നന്നാക്കാൻ ദുആ ഇറക്കണമെന്ന് നമ്മളോട് അള്ളാഹു പറയോ? റബ്ബന ഹബ് ലനാ എന്നുള്ള ദുആഇന്റെ താല്പര്യം എന്താ? നന്നാവാത്ത കാലമൊന്നുമില്ല, ഏത് കാലത്തും നന്നാവും. എത്ര നല്ല മനുഷ്യന്മാര് തഹജ്ജുദ് നിസ്കരിക്കുന്ന മെഡിക്കൽ സ്റ്റുഡൻസ് ഇല്ലേ? ഏത് ആർട്സ് ആൻഡ് സയൻസ് പ്രൊഫഷണൽ കോളേജിലും ഹിജാബ് ഇട്ട് കയ്യോറ് ഇട്ടിട്ട് നടക്കുന്ന നല്ല മക്കളില്ലേ? ഉണ്ടല്ലോ. എത്ര കുട്ടികളുണ്ട്. ഏതെങ്കിലും 1-2 ഒളിച്ചോട്ടങ്ങൾ കണ്ടിട്ട് പിള്ളേരെല്ലാം കണക്ക് തന്നെയാണ് എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ദഅവത്ത് അതത് കാലത്തിനനുസൃതമായി നടന്നുകൊണ്ടേയിരിക്കണമെന്ന് കുത്തുബുൽ ഇർഷാദ് അബ്ദുല്ലാഹിൽ അലവിൽ ഹദ്ദാദ് റളിയല്ലാഹു